ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് തുടങ്ങി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളെല്ലാവരും ഈ CFD ചെയ്യുന്നതിന് പകരം, അതായത് ഫണ്ടിങ് ടിപ്സ്, ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ ഒക്കെ CFD ഒക്കെ ചെയ്യുന്നതിന് പകരം ഫ്യൂച്ചേഴ്സിൽ ട്രൈ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതൊക്കെ വേറെ ഒന്നുമില്ല, ഒന്ന് അവരെല്ലാം അലോ ചെയ്യുന്ന അക്കൗണ്ട് സൈസ് വലിയ അക്കൗണ്ട് 50K അക്കൗണ്ട് സൈസിനൊക്കെ ഏകദേശം നമുക്കൊരു 2500 രൂപയൊക്കെ അതിന് വരുന്നുള്ളൂ. 1 സ്റ്റെപ്പൊക്കെ ഉള്ളൂ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഫേംസിനൊക്കെ. ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണ്. ഇപ്പോൾ ഈ ഫണ്ട് നെക്സ്റ്റിലുള്ള ആ സെയിം പ്രൈസ് തന്നെ ആയിരിക്കും അപ്പെക്സിലും വരിക. നമുക്ക് സ്പ്രെഡ് അടിച്ചു പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്കൊരു മന്ത്ലി CFDയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു 5 SL അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 SL ഒക്കെ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്പ്രെഡ് വൈഡായിട്ട് പോകുമ്പോൾ നമ്മുടെ SL അടിച്ചു പോകുക, നമ്മുടെ SL അടിച്ചതിന് ശേഷം പ്രൈസ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുക. CFD ഒക്കെ ചെയ്തിരുന്ന സമയത്ത്, ഈ ഒക്ടാഫസ് അല്ലെങ്കിൽ ഫണ്ടിങ് ടിപ്സ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത്, ഫണ്ട് നെക്സ്റ്റും ഇതിനു മുമ്പ് CFD ഇപ്പോഴും ഉണ്ട് അവർക്ക്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ SL അടിച്ചതിന് ശേഷം മൂവ് ചെയ്ത് പോകാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൺ ലിക്വിഡിറ്റി പ്രൊവൈഡഡ് ആയിരിക്കും അവരുടെ തന്നെ. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടുതൽ എടുക്കുന്നത്, ക്ലയൻസിൻ്റെ ഇതെല്ലാം അവർക്ക് വിഷ്വൽ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ബട്ട് ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോമെക്സ് എന്ന് പറയുന്ന ഒരു നമ്മൾ SAB പോലെ NSE മോഡൽ ഒരു ഇതിലേക്കാണ് വരുന്നത്. സെൻട്രലൈസ്ഡ് ആണ്, അവർ അമേരിക്കക്കാരുടെ ഒരു എക്സ്ചേഞ്ച് ആണ് കോമെക്സ് എന്ന് പറയുന്നത്. അവിടേക്ക് അത് സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രൈസ് സെയിം ആയിരിക്കും. അപ്പെക്സിൽ വരുന്ന പ്രൈസ് സെയിം ആയിരിക്കും. അതേപോലെ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സിൽ വരുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന പ്രൈസ് എല്ലാ സ്ഥലത്തും സെയിം ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിൻ്റെ എല്ലാ ട്രേഡിംഗ് ഫേംസിലും പ്രൈസ് സെയിം ആയിരിക്കും. CFD പോലെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ട്രേഡിംഗ് വ്യൂവിൽ വേറെ പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ ലോ വന്നേക്കുന്നത്. അതിലും കുറച്ചുകൂടി സ്പ്രെഡൊക്കെ എടുത്തിട്ടായിരിക്കും ഫണ്ടിങ് ടിപ്സ് ആയിക്കോട്ടെ, ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ആയിക്കോട്ടെ, CFDയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് നമ്മുടെ സ്പ്രെഡൊക്കെ എടുത്ത് നമ്മുടെ SL ഒക്കെ എടുത്തിട്ടൊക്കെയാണ് പോകാറ്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ SL ഒക്കെ അടിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അട്രാക്റ്റീവ് ആണ്. അവർ കൊടുക്കുന്ന ഓഫർ അനുസരിച്ചിട്ട് അവർ പഴയ പോലെ തന്നെ 15% ഉള്ള പെർഫോമൻസ് ഫീ ഒക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് ഫീ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15% എക്സ്ട്രാ അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിരുന്ന CFD ഒക്കെ ചെയ്തിരുന്ന സമയത്ത് പെർഫോമൻസ് റിവാർഡ് 15%, അത്രയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പുതുതായിട്ട് അവതരിപ്പിച്ചിരുന്ന കുറച്ച് പ്ലാൻസ് ഉണ്ട്. പ്ലാൻസ് മറ്റ് ഫേംസൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും, കാരണം ഇവർ മന്ത്ലി ഫീസ് ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അപ്പെക്സ് അല്ലെങ്കിൽ ടോപ്പ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മന്ത്ലി നമ്മൾ $49 ഫ്യൂച്ചറാണ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്ട് ബേസ് ആണ്, CFD മോഡലല്ല, ഇത് കോൺട്രാക്ട് ബേസ്. ഇപ്പോൾ ജാനുവരിയിൽ ഒരു കോൺട്രാക്ട്, ഫെബ്രുവരിയിൽ ഒരു കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്ത് നമ്മൾ എക്സ്പയർ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഈ നെക്സ്റ്റ് കോൺട്രാക്റ്റിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും $49 ഒക്കെ റീസെറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടി വരുമായിരുന്നു, ഈ ടോപ്പ് സ്റ്റെപ്പ് പോലെയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ വരുമായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഞാനിപ്പോൾ ഇവരുടെ പ്ലാൻസ് ഞാൻ മെയിനായിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അവർക്ക് ആക്ടിവേഷൻ ഫീ നമുക്ക് 0 ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇവരെ ചാറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ചെയ്ത്. ഞാൻ എന്തായാലും പർച്ചേസിങ് എടുത്തിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവരിത് പർച്ചേസ് ചെയ്യാനായിട്ട്. അതേപോലെ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് 1 ടൈം ഫീ ആണ്, നോ ആക്ടിവേഷൻ ഫീസാണ്. ഒരു 300K വരെ അക്കൗണ്ട് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് പറയുന്ന 24 hours ഗ്യാരണ്ടീഡ് റിവാർഡ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. ഒട്ടുമിക്ക ഫ്യൂച്ചേഴ്സ് ഫേംസിലും ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. ബട്ട് അതിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് വരുമ്പോഴായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക. അതിൽ കീ ആയിട്ട് ഹൈലൈറ്റിൽ വരുന്ന ഒന്നാണ് നോ ആക്ടിവേഷൻ ഫീസ്. അത് നല്ലൊരു തീരുമാനമാണ്. അതേപോലെ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് നോ ടൈം ലിമിറ്റ് പറയുന്നത്. എല്ലാവർക്കും ഒരു മന്ത് എത്തുമ്പോഴത്തേക്കും ഫ്യൂച്ചേഴ്സ് ഫേംസും ഒട്ടുമിക്ക ഫേംസും 1 മന്തിനുള്ളിൽ നമ്മൾ പാസ്സായി എടുക്കണം. ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ പേ ഔട്ട്സ് റിവാർഡ് എന്ന് പറയുന്നത് 5 days ആണ്. അപ്പെക്സ് ഒക്കെ 7 days 8 days ഒക്കെയാണ് പറയുന്നത്. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. റീസെറ്റ് അക്കൗണ്ടിന് നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് ഇത് ചെയ്യുന്നതാണ്. അതുപോലെ ഗ്യാരണ്ടി ചെയ്യുന്ന ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. 15% പെർഫോമൻസ് റിവാർഡ് നല്ലൊരു ഇതാണ്. നമ്മൾ എത്രയാണോ ഇപ്പോൾ പേ ഔട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പേ ഔട്ട് അല്ല, പെർസെൻറ്റേജ് എത്രയാണോ ടാർഗറ്റ് പറയുന്നത് അതിൻ്റെ 15% കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 375 രൂപ നമുക്ക് റിവാർഡായിട്ട് 50K അക്കൗണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉള്ളത് എനിക്ക് തോന്നിയത്. നമുക്കതിന് വരുന്നത് $199 ആണ്. അപ്പെക്സ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പെക്സിന് $150 ആയിരിക്കും വരുന്നത്. $25 പർച്ചേസിങ്ങിനും പിന്നെ നമുക്ക് മന്ത്ലി ചാർജും കൂടി വരുമ്പോൾ 125 രൂപ, അപ്പോൾ 150 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 199 വരുന്നുള്ളൂ. പിന്നെ മന്ത്ലി വേറെ ഇതൊന്നുമില്ല. അതേപോലെ പ്രോഫിറ്റ് ടാർജറ്റ് 2500 ആണ്. മിക്ക കമ്പനികളിലും 3000 ആണ്. വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് ഇത്. ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 1200 ആണ്. ഇത് കുറച്ച് ടഫാണ്. മിക്ക കമ്പനികളും 1500 ആണ്. മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് 2500. അത് എല്ലാ കമ്പനികളിലും സെയിം മോഡൽ തന്നെയാണ്. ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. ഈ ഒരു പ്ലാനിൽ ഫ്യൂച്ചേഴ്സിൽ ഇല്ല എന്നുള്ളത് വളരെ അട്രാക്റ്റീവ്.
മാക്സിമം പൊസിഷൻസ് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. കൺസിസ്റ്റൻസി റൂള് 40% ആണുള്ളൂ. കൺസിസ്റ്റൻസി റൂള് മിക്കവർക്കും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാവുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു പെർ ഡേ പേ ഔട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്താണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത്. ആ ഒരു പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ ഒരു പെർ ഡേ സിംഗിൾ ഡേയിൽ ഞാൻ ഒരു $1000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ അതിന് താഴെയാണ് വന്നിട്ടുള്ളെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ടോപ്പ് എടുത്ത് വന്നേക്കുന്ന ഇതിൻ്റെ 40% നമുക്ക് പ്രോഫിറ്റ് ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 40% എന്ന് പറയുമ്പോൾ $4000 ആയാലായിരിക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1000 എടുത്തു, നെക്സ്റ്റ് ഡേ 500 അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 4000 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പേ ഔട്ട് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു 4000 ആയാലാണ് നമുക്ക് പേ ഔട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ അതിന് കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3500 വന്നിട്ടുള്ളൂ, 1000 നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ 3500 വന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് 40% എന്നുള്ളത് 4000 തന്നെ വന്നതിന് ശേഷമായിരിക്കും വിഡ്രോവിൽ എടുക്കാനായിട്ട് പറ്റുന്നത്. കൺസിസ്റ്റൻസി റൂൾ 40%, ആ റീസെറ്റിന് 10% ഉണ്ടെന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ചലഞ്ച് ഫേസ് ചൂസ് ചലഞ്ച് ഫേസ് ഗെറ്റ് റിവാർഡ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ന്യൂസ് ട്രേഡ് അവർ അലോ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നിയത് അവരുടെ ടാർജറ്റാണ്. പ്രോഫിറ്റ് ടാർജറ്റ് 2500 വരുന്നുള്ളൂ. ന്യൂസ് ട്രേഡ് അലൗഡാണ്. സോഫ്റ്റ്വെയർസ് ട്രേഡ് അവോട്ടുണ്ട്, നിഞ്ച ഉണ്ട്, ട്രേഡിംഗ് വ്യൂ ഉണ്ട്. ട്രേഡ് അവോട്ട് എടുക്കാനാണ് ഞാൻ മെയിൻലി പറയാറ്. അതുപോലെ നമുക്ക് ഇവർ അക്കൗണ്ട്സ് എത്ര വരെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടിയൊക്കെ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ട്രേഡ് അവോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിഞ്ച എടുക്കുക, ട്രേഡിംഗ് വ്യൂ എടുക്കുക. ട്രേഡ് അവോട്ട് എടുത്തിട്ട് ഇവിടേക്ക് പോകുന്നതായിരിക്കും, നിഞ്ചയിലേക്കോ ട്രേഡിംഗ് വ്യൂയിലേക്കോ ആക്സസ് ഉള്ള രീതിയിലായിരിക്കും ഇവരിപ്പോൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ട്രേഡ് അവോട്ട് എടുത്തിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പെക്സിൻ്റെ ചെയ്യുന്ന സെയിം മോഡൽ തന്നെയാണ് ട്രേഡ് അവോട്ടും ഇവിടെയും വരിക. അതുപോലെ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒരു RBIയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഫീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു ഫീച്ചേഴ്സിൻ്റെ അത് ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഫീച്ചേഴ്സിലേക്കൊക്കെ മാറേണ്ട ടൈം ആയിട്ടുണ്ട് നിലവിൽ. കാരണം CFDയിലൊക്കെ ഈ സ്പ്രെഡും വൈഡായിട്ടുള്ള സ്പ്രെഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഫീച്ചേഴ്സിലില്ല. പിന്നെ സിംഗിൾ ടാർജറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പേ ഔട്ട് കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നെക്സ്റ്റ് ഡേ നമ്മളിത് അക്കൗണ്ട് എടുത്തതിന് ശേഷം ഇവരുടെ പേ ഔട്ട് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.